നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EFL കപ്പ് മാച്ചുകളും സിരിയ മാച്ചുകളും മറ്റും എല്ലാം DFB പോക്കെല്ലാം മത്സരങ്ങളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം മുമ്പ് നമുക്കൊരു അത്യാവശ്യ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. മറ്റുമല്ല, റയൽ മാഡ്രിഡിന്റെ കാര്യത്തിൽ അത്ലറ്റിക് പുതിയ റിപ്പോർട്ടുകൾ വിടുന്നുണ്ട്. ആ അത്ലറ്റിക്കിന്റെ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ ഇതാണ്: ചാബി അലോൺസോസ് റയൽ മാഡ്രിഡ് റെവല്യൂഷൻ ഹാസ് കോസ്ഡ് ആൻ ഏർലി റിഫ്റ്റ് വിത്ത് ബിഗ് സ്റ്റാർസ് എന്നുള്ള രീതിയിലാണ് ആ ടൈറ്റിലെ ഹെഡിങ് തന്നെ വരുന്നത്. സോ ഈ ചാബി അലോൺസോയും ചില പ്ലേയേഴ്സിനിടയിൽ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കറിയാം. മഡ്രിഡ് ബേസ്ഡ് മീഡിയാസിൽ നിന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ടായിരുന്നേലും നമ്മൾ ഓർത്തത് ഓക്കെ, അത് സ്ഥിരം വരുന്നതാണ്. മഡ്രിഡും ബാർസലോണയിലും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ ചുമ്മാ എരിവും പുളിയും കയറ്റി തള്ളിവിടും. പക്ഷേ ഇതിപ്പോൾ അത്ലറ്റിക് പോലത്തെ ട്രസ്റ്റബിൾ സോഴ്സുകളിൽ നിന്ന് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ ഓക്കെ, ദർ ഈസ് സംതിങ് ഹാപ്പനിങ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടാണ് വിനീഷ്യസ് ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വിനീനെ മാറ്റിയപ്പോൾ നല്ല രീതിയിലല്ല വിനീഷ്യസ് ജൂനിയർ റിയാക്ട് ചെയ്തത്, അല്ലേ? ആൻഡ് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു വന്നിട്ട് സോറി പറയുന്നു, അപ്പോളജൈസ് ചെയ്യുന്നതും തൻ്റെ ആക്ഷൻ ശരിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഓപ്പൺലി പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇത് ഈ ഒരു ടെൻഷൻ ഗ്രൂപ്പിനുള്ളിൽ വരുന്നുണ്ടോ ഇല്ലയോ? സോ ആർട്ടിക്കിളിൽ ഫെർദർ പറയുന്ന കാര്യം ഇതാണ്: വെൻ ചാബി അലോൺസോ അറൈവ്ഡ് ആസ് റയൽ മാഡ്രിഡ് മാനേജർ ഇൻ ജൂൺ, ഹി ഫൗണ്ട് എ ഡ്രസ്സിംഗ് റൂം accustomed to things that he did not believe were the best for a football team. Following 4 years under Carlo Ancelotti, sources close to Alonso staff said many bad habits had taken hold. One of the first messages to his Madrid players was that with him everyone would have to run harder, work harder when the opposition was in possession, and without that no one would be guaranteed a place. Okay, so നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കാർലോ ആൻസലോട്ടിയുടെ അണ്ടർ ട്രെയിനിങ്സും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നവരുന്നത്. ആൻസറോട്ടി അധികം ഓവർലി ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ആകത്തില്ലായിരുന്നു. ഡേവിഡ് ആൻസറോട്ടിനെ ഏൽപ്പിക്കുമായിരുന്നു, പുള്ളിയുടെ ഫിറ്റ്നസ് സ്റ്റാഫുകൾ ഏൽപ്പിക്കുമായിരുന്നു. പുള്ളി ഓവർലി ഒന്ന് മോണിറ്റർ ചെയ്യുമായിരുന്നു. ബട്ട് അണ്ടർ ചാബി അലോൺസോ പുള്ളി പിൻഡസിനെ മാറ്റി പുതിയ ഫിറ്റ്നസ് ടീമും മറ്റുമൊക്കെ വന്നു. ആൻഡ് പുള്ളി ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. അതായത് ട്രെയിനിങ് സെഷൻസിൽ പുള്ളി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്ലേയേഴ്സിനോടൊപ്പം പ്ലേയേഴ്സിനെ കൂടെ നിന്ന് അവരെ ഓടിപ്പിക്കുക, ട്രെയിനിങ് ഡ്രിൽസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സോ കൂടുതൽ ഡിമാൻഡിങ് ആണ് ചാബി അലോൺസോ കമ്പയർ ടു കാർലോ ആൻസറോട്ടിയുടെ അണ്ടർ കുറച്ചുകൂടെയും നമ്മളറിയാമല്ലോ, പുള്ളി കുറച്ചുകൂടെ ഒരു നല്ലൊരു മാനേജറാണ്. പ്ലേയേഴ്സുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു മാനേജറാണ്. ബട്ട് അണ്ടർ ചാബി അലോൺസോ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. കൂടുതൽ ഓവർലി വർക്ക് ലോഡ് എടുപ്പിക്കുന്നതിനെക്കുറിച്ചും കൂടാതെ കാർലോയുടെ സ്റ്റൈൽ മാറ്റി പുള്ളി ട്രെയിനിങ് സെഷൻസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതും മറ്റൊന്നും പോസിറ്റീവായിട്ടല്ല പോയതെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ പല സീനിയർ പ്ലേയേഴ്സുമായിട്ടാണ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. പുള്ളി യങ്സ്റ്റേഴ്സിനെ ധാരാളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അത് നമ്മൾ കണ്ട കാര്യമാണ്. ഹൗസിന് പുള്ളി റെഗുലർ സ്റ്റാർട്ട് കൊടുക്കുന്നു. കരേറാസ് വന്നതിന് ശേഷം കരേറാസിന് റെഗുലർ റൺ ഓഫ് ഗെയിംസ് കൊടുക്കുന്നു. ആൻഡ് ഫെർദർ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യം: സം ഓഫ് ദം ഹാവ് വോൺ സോ മച്ച് വിതൗട്ട് ഡൂയിങ് ദീസ് തിങ്സ് ദാറ്റ് വെൻ ദീസ് ഹാവ് ബീൻ ഇമ്പോസ്ഡ് ഓൺ ദം ദേ ഹാവ് കംപ്ലൈൻറ്റ്. One of the sources said. Another person close to a first team player said Madrid had gone for having a coach who was hardly involved in training sessions to one who seems like just another player. Exactly. അത് തന്നെയാണ്, ഒരു പ്ലെയറിനെ പോലെയാണ് പുള്ളി ട്രെയിനിങ് സെഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അത് ഈവൻ പുള്ളിയുടെ ലെവർകൂസൻ ഡേയ്സിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പുള്ളി ട്രെയിനിങ് സെഷനിൽ ആസ് എ പ്ലെയർ എങ്ങനെ ഇൻവോൾവ് ചെയ്യും അതുപോലെ തന്നെ പുള്ളി ഇൻവോൾവ് ചെയ്യും. ആൻഡ് ശരിയാണ്, കാർലോയുടെ അണ്ടർ ധാരാളം ടൈറ്റിൽസ് ഈവൻ ദോ ഇത്ര ഇൻറ്റൻസിറ്റിയിൽ ട്രെയിനിങ് കൊടുക്കാതെ റയൽ മാഡ്രിഡ് ജയിച്ചുകൊണ്ടിരുന്നു. കാർലോ ആൻസറോട്ടി, ഡേവിഡ് ആൻസറോട്ടിനെയാണ് മറ്റും ട്രെയിനിങ് സെഷൻസിൽ എസ്പെഷ്യലി ഡ്രിൽസും മറ്റുമൊക്കെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. സോ ഇത്രയും ഡിമാൻഡിങ് അല്ലായിരുന്നു. കൂടാതെ പുള്ളി ആ ഗെയിമിൽ ഇൻവോൾവ് പ്ലെയറിനെ പോലെ നിന്ന് കളിക്കുന്നത് പല സീനിയർ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്: ആൻഡ് ഫർദർ സോഴ്സസ് കൺസൾട്ടഡ് സെഡ് ദ പ്ലേയേഴ്സ് ഇംപ്രഷൻ ഓഫ് ചാബി അലോൺസോ വാസ് ദാറ്റ് ഹി വാസ് ഡിസ്റ്റന്റ് ആൻഡ് അൺഅപ്രോച്ചബിൾ, അഗെയിൻ കോൺട്രാസ്റ്റിംഗ് വിത്ത് ആൻസറോട്ടി ഹു വാസ് വെരി പോപ്പുലർ വിത്ത് ദ ഗ്രൂപ്പ്. He thinks he is Pep Guardiola, but for now he is just Xabi, said an individual close to a senior Madrid player. Exactly. ആ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് കാണാം, ഹീസ് പെപ് ഗോർഡിയോള ആണെന്നാണ് പുള്ളി ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു സീനിയർ പ്ലെയറിനുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഴ്സ് പറയുന്നതെന്ന്. സോ ചാബി അലോൺസോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും പുള്ളീനെ കാർലോ ആൻസലോട്ടിയുടെ അത്രയും അപ്രോച്ചബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പല സീനിയർ പ്ലെയേഴ്സും കാണുന്നതെന്നാണ് പറയുന്നത്. അതിനെടുത്ത് പറയേണ്ട കാര്യം ആ ലാസ്റ്റ് പറഞ്ഞ കമൻറ്റ്. ഇപ്പം കഴിഞ്ഞ സീസണിലൊക്കെ മഡ്രിഡിൻ്റെ ലൈനപ്പുകൾ ലീക്ക് ആവുക, അതിനെക്കുറിച്ചും നമുക്കിപ്പോൾ മഡ്രിഡ് മീഡിയാസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മഡ്രിഡിൻ്റെ ലൈനപ്പ് 2 മണിക്കൂർ മുമ്പ് മറ്റുമൊക്കെ ലീക്ക് ആവുന്നു. ബട്ട് അണ്ടർ ചാബി അലോൺസോ അതിപ്പം തടഞ്ഞിട്ടുണ്ട്. ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഈ പല മഡ്രിഡ് പ്ലേയേഴ്സുമായിട്ടും ക്ലോസ് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. മേ ബി അവർ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അവർക്കൊക്കെ ഈ ലൈനപ്പ് ലീക്ക് ചെയ്ത് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുക വഴി ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുമായിരിക്കുമല്ലോ, അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. സോ അത് കംപ്ലീറ്റ്ലി ചാബി അലോൺസോ ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് അത് കുറേ സീനിയർ ഫിഗേഴ്സിനെ ഡെഫിനറ്റ്ലി ആ ക്ലബ്ബിൽ കുറേ നാളായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്ര ടൈപ്പ് പല ജേർണലിസ്റ്റുകളായിട്ടും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. ചാബി അലോൺസോ ചെയ്തത്
പ്രോപ്പറായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കോച്ചിൻ്റെ തീരുമാനമാണത്. ലൈനപ്പ് ലീക്കാക്കാതിരിക്കുക, ടാക്ടിക്കലി ഒപ്പോണൻറ്റിൽ വെച്ച മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ എല്ലാ കോച്ചുകളും അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ ഡെഫിനറ്റ്ലി ചാബി അലോൺസോ ചെയ്തതിൽ ഒരു തെറ്റും അതിൽ കാണാനായിട്ടില്ല. പക്ഷേ പുള്ളി അപ്രോച്ചബിൾ അല്ല. മേ ബി കാർലോ ആൻസലോട്ടിയുടെ അത്ര അപ്രോച്ചബിൾ അല്ലായിരിക്കും. പുള്ളി കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡായിരിക്കും. പുള്ളിക്ക് റിലേഷൻഷിപ്പ് പ്ലേയേഴ്സുമായിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലായിരിക്കും. സോ അത് ഓരോരുത്തരും പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇപ്പം പറയാനായിട്ടുള്ള എന്നാന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, റയൽ മാഡ്രിഡ് ഇപ്പം ബാർസയെ തോപ്പിച്ചു, ലീഗിൽ ടോപ്പാണ്, ചാമ്പ്യൻസ് ലീഗിൽ അൺബീറ്റനായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. സോ അസ് ലോങ് ആസ് റിസൾട്ട് വരുന്നിടം വരെ ഡസൻ മാറ്റർ. ഇപ്പം മെൻഡിയും അലബയും ഇപ്പം സീനിയർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ടീമിലുള്ളത്? മെൻഡിയുടെ പേര് പറയാം, അലബയുടെ പേര് പറയാം, കർവാഹാളിൻ്റെ പേര് പറയാം. മേ ബി കുറേ മിഡ്ഫീൽഡേഴ്സും കാണും. വാൽവേയുടെ അത്യാവശ്യം സീനിയർ ആയിട്ടൊരു ഫിഗറാണ്. കൂടാതെ വേറെ കുറേ സീനിയർ ഫിഗേഴ്സ് ആ ടീമിനുണ്ട്. ഇതിൽ ആരുമായിട്ടാണ് പുള്ളിക്ക് ഇഷ്യൂ എന്ന് അറിയത്തില്ല. ഇവൻ വിനിയായിട്ട് ഇഷ്യൂ ഉണ്ടോ എന്ന് പറയും. വിനി മേ നോട്ട് ബി ഹാപ്പി പുള്ളിനെ മേ ബി സെൻട്രൽ ഫിഗർ ആക്കാതെ എംബാപ്പനെ സെൻട്രൽ ഫിഗർ ആക്കുന്നതിലും, കൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പല മാച്ചുകൾ നമ്മൾ കാണുന്നതാണ്. വിനീനെ ഓൾമോസ്റ്റ് മിക്ക മാച്ചിലും സബ്ബായിട്ട് വലിക്കാറുണ്ട്. ചില മാച്ചുകൾ റോഡ്രിഗോനെ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു, 2-3 സിനാരിയോസ്. ആ മാച്ചുകളെല്ലാം എംബാപ്പയ്ക്ക് പുള്ളി സ്റ്റാർട്ട് കൊടുക്കുന്നത് കണ്ടു. മേ ബി അത് വിനിയുടെ സോഴ്സായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സുകൾക്ക് അത് നല്ല രീതിയിലായിരിക്കത്തില്ല എടുത്തിരിക്കുക. ഈവൻ വിനി നല്ല രീതിയിൽ എടുത്താലും വിനിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ അത് നല്ല രീതിയിൽ എടുത്ത് കാണത്തില്ല. സോ ഇതൊക്കെ ആയിരിക്കാം ഇഷ്യൂ. ആൻഡ് സീനിയർ ഫിഗേഴ്സ് നോക്കുമ്പോഴേക്കും ഒരു കോച്ച് വരുന്നു, കാർലോയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഒട്ടും എന്നാ പറയുക, മേ ബി അവരുടെ ആ ഒരു ഫ്രീഡം, ആ ക്ലബ്ബിലുണ്ടായിരുന്ന ഒരു ഓവറോൾ ഫ്രീഡം മേ ബി പുള്ളി ലിമിറ്റ് ചെയ്ത് കാണാം. ഇതൊക്കെ ആയിരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ മിനിറ്റ്സ് കിട്ടാത്തപ്പോഴും സീനിയർ ഫിഗേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവും. അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ റിസൾട്ട് വരുന്നിടത്തോളം കാരണം ഇറ്റ് ഡസൻ മാറ്റർ. ചാബി അലോൺസോ എന്ത് ചെയ്താലും ക്ലബിനും അത് ബാധിക്കുന്ന കാര്യമല്ല, എനിക്ക് തോന്നുന്നു ഫാൻസിനും അത് ബാധിക്കുന്ന കാര്യമല്ലെന്ന് തോന്നുന്നു. സോ മാഡ്രിഡ് ഫാൻസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം ചാബി അലോൺസോ ചെയ്യുന്നതിൽ? ഈ റിസൾട്ട് വരുന്നിടത്തോളം പുള്ളി ആ ടീമിനുള്ളിൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് വെക്കുന്നതിലൊന്നും ഒരു തെറ്റുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. റിസൾട്ടാണ്, ക്ലബ്ബാണ് മുഖ്യം, അല്ലാതെ പ്ലെയേഴ്സ് മുഖ്യമാണ് അല്ല എന്നല്ല. ബട്ട് ക്ലബ്ബ് ഓൾവേസ് ഫസ്റ്റ്. സോ റിസൾട്ടുകൾ മോശമാവാൻ തുടങ്ങുമ്പം ഓക്കെ അത് കൂടുതൽ ഇഷ്യൂ ആകും. കാരണം പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ടോടും കോച്ചിന് ഇല്ലെങ്കിൽ അത് കൂടുതൽ ഇഷ്യൂ ആകും. 100% നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. സോ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ എന്ന് പറയാം? അവിടെ നമ്മൾ ബാർസലോണയുടെ ഒരു കാര്യം പറയാനായിട്ടാണ്. പെഡ്രി ഗോൺസാലസ് ഇഞ്ചറി കാരണം ബാർസയിൽ നിന്ന് മിനിമം 3 to 4 വീക്സ് ഔട്ട് ആവുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുള്ളി അടുത്ത മാച്ചുകൾക്കൊന്നും കാണത്തില്ല. നെക്സ്റ്റ് നമുക്ക് വരുന്ന എൽച്ചെ മാച്ചിലും അതിനുശേഷം ക്ലബ് ബ്രൂവിന് അഗൈൻസ്റ്റ് ചാമ്പ്യൻസ് ലീഗിലും അതിനുശേഷം വരുന്നത് സെൽറ്റ വിഗോ എവയാണ്. അത് ഈസി ആയിട്ടുള്ള ഒരു ഫിക്സർ അല്ല. പക്ഷേ ഈ 3 മാച്ചുകളും പെഡ്രി ഇല്ലാതെ നമ്മൾ സർവൈവ് ചെയ്യണം. കസാഡോ ആണെങ്കിലും ബെർണാലിനാണെങ്കിലും മിനിറ്റ്സ് കിട്ടും, അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഇനി ഒരു ഇഞ്ചറി വന്നാൽ അത് പണിയാവും. എറിക് ഗാർഷ്യയ്ക്കും മറ്റുമൊക്കെ മിഡ്ഫീൽഡിലോട്ട് കയറേണ്ട സിനാരിയോ വരും. പക്ഷേ പെഡ്രി ഗോൺസാലസ് 3 to 4 വീക്സ് എന്നാണ് ഇപ്പം പറയുന്നത്. മേ ബി അത് കൂടാനായിട്ടും സാധ്യതയുണ്ട്. സോ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് അതിനുശേഷം വരുന്നത്, വിച്ച് ഈസ് ഗുഡ്. പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുക അത്ലറ്റിക് ക്ലബ്ബ്, ചെൽസി, അത്ലറ്റിക്കോ മാഡ്രിഡ്, അലവസ്, റയൽ ബെറ്റിസ് അവയൊക്കെ മാച്ചുകളാണ് വരാനായിട്ട് പോകുന്നത്. സോ അങ്ങനത്തെ ഫ്രാങ്ക്ഫുട്ട് അത് തന്നെ വരുന്നുണ്ട്. സോ അങ്ങനത്തെ മാച്ചുകളൊക്കെയാണ് വരാൻ പോകുന്നത്. സോ പെഡ്രി മേ ബി ഇഞ്ചറി ഈ 4 വീക്ക് എന്നുള്ളത് 5 വീക്ക് ആവുകയാണെങ്കിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും ചെൽസി മാച്ചുമൊക്കെ മിസ് ചെയ്യുന്ന സെനാരിയോ വരാൻ. പോസിറ്റീവായിട്ടുള്ള കാര്യം ലെവൻഡോസ്കി ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. ജോൺ ഗാർഷ്യ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം തിരിച്ചു വരും. ഡാനി ഓൾമോ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ റഫീനയും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം തിരിച്ചു വരും എന്നുള്ള ഹോപ്പിലാണ് നിൽക്കുന്നത്. അത് ഉറപ്പല്ല. സോ പെഡ്രി ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു അഫക്റ്റ് അസ്. ഹോപ്പ് ആ ഒരു ചെറിയ ഇഞ്ചറി ആവട്ടെ. 53 കോൺസിക്യൂട്ടീവ് മാച്ചസാണ് പെഡ്രി സ്റ്റാർട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് യൂറോപ്പിലെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്കവറീസ്, ഏറ്റവും കൂടുതൽ പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ്, ആ മെട്രിക്സിലെല്ലാം ടോപ്പ് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ക്യാരീസിലോട്ടൊക്കെ വരുമ്പോൾ ടോപ്പ് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. സോ ആ പിച്ചിൽ പെഡ്രി ഓവറോൾ ബോത്ത് ഓൺ ദ പിച്ചിൽ, ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ കൊടുക്കുന്ന എഫേർട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിച്ചിൽ പുള്ളി കൊടുക്കുന്നത്. സോ ഈ 53 മാച്ചുകൾ കളിപ്പിക്കുക, പുള്ളി ശരിക്കും ട്രെയിൻഡാണ്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ ബാർസലോണ ഫാൻസ് എല്ലാം എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. പെഡ്രി ഗോൺസാലസിന് എപ്പോൾ വേണേലും ഒരു പണി കിട്ടാം. കാരണം അമ്മാതിരി രീതിയിൽ ഫ്ലിക്ക് ഊറ്റുന്നുണ്ടായിരുന്നു പെഡ്രീനെ. ഫ്ലിക്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഓപ്ഷൻസ് ഇല്ല, അതാണ് വേറെ ഒരു കാര്യം. സോ ഐ ഹോപ്പ് പെഡ്രിയുടെ വർക്ക് ലോഡ് നമ്മൾ മാനേജ് ചെയ്യണം. കാരണം ഈ ബാർസലോണ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ പെഡ്രി ഗോൺസാലസ് ആണ്. അതിനുശേഷം ഞാൻ പറയും റഫീനയുടെ പേര് പറയും. സോ റഫീന ഇല്ലാത്ത നമ്മൾ ബാക്ക് ഫയർ ചെയ്തു. സോ പെഡ്രി ഇല്ലാത്തപ്പോൾ നമ്മൾ കൂടുതൽ ബാക്ക് ഫയർ ചെയ്യും. സോ ഈ 2 പ്ലേയേഴ്സിൻ്റെയും വർക്ക് ലോഡ് നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂ. കാരണം ക്രൂഷ്യൽ മാച്ചുകൾ സീസണിൽ വരുമ്പോഴേക്കും പെഡ്രിയും റഫീനയും പിച്ചിൽ ഉണ്ടായിരിക്കണം. നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഐ ഹോപ്പ് മറ്റു പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സോ അവിടുന്ന് നമ്മൾ നേരെ ഇന്നലത്തെ ലീഗ്സ് കപ്പ് മാച്ചുകളോട് പോകാനായിട്ടാണ്. ലിവർപൂൾ വീണ്ടും തോറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 7 മത്സരങ്ങൾക്കിടയിൽ ഓൾ കോമ്പറ്റീഷൻ 6 മാച്ചുകളിൽ ലിവർപൂൾ തോറ്റിരിക്കുകയാണ്. സോ ഇന്നലെ ക്രിസ്റ്റൽ പാലസിനോട് തങ്ങളുടെ ഹോമിൽ 3-0 ലിവർപൂൾ തോറ്റത്. സോ ഈ ലിവർപൂളിലെ ലൈനപ്പ് നിങ്ങൾ നോക്കുക, ഫുൾ യങ്സ്റ്റേഴ്സിനെ വെച്ചാണ് ഇറക്കിയിരുന്നത് അല്ലേ.
കിയേസ ഉണ്ടായിരുന്നു. ഇന്നലെ റോബർട്ട്സണും ഗോമസുമാണ് സെൻട്രൽ ബാക്കുകൾ കളിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടത്. ആൻഡ് ബെഞ്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെഞ്ചല്ല. സീനിയർ ഫിഗേഴ്സിനെ എന്നും പുള്ളി ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഇത് ക്രിസ്റ്റൽ പാലസ് അത്യാവശ്യം സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ക്രിസ്റ്റൽ പാലസ് ഇറക്കിയത്. സോ ഈ ലോസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ലോസ് വലിയ സംഭവമായിട്ട് കാണണ്ട. കാരണം ഈ യങ്സ്റ്റേഴ്സിന് ആ ക്രിസ്റ്റൽ പാലസ് ടീമായിട്ട് മുട്ടിക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ എന്തൊരു മെസ്സേജാണ് സ്ലോട്ട് കൊടുക്കുന്നത്? സ്ലോട്ട് ഒരു മെസ്സേജ് കൊടുത്താണോ അതോ പുള്ളി EFL കപ്പ് ഇങ്ങനെ കാണുന്നുള്ളൂ? തങ്ങളുടെ സ്ട്രോങ് ടീമിനെ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഫുൾ ഫോക്കസ് കൊടുക്കാൻ, ഇനി FA കപ്പ് വരുന്നുണ്ട്, കൊടുക്കാനായിട്ട് EFL കപ്പ് നമുക്ക് വേണ്ടാന്നുള്ളൊരു ഡിസിഷൻ പുള്ളി എടുത്താണോ അതോ പുള്ളി ഒരു മെസ്സേജ് കൊടുത്താണോ? കാരണം നിങ്ങൾ നന്നായി കളിച്ചില്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ഞാൻ ഇറക്കി വിടും എന്നുള്ളൊരു മെസ്സേജ് കൊടുത്താണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ആരോട്? അർണെ സ്ലോട്ടിനോട്. സോ ഒന്നും പറയാനായിട്ടില്ല. ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോസ് ആയിരുന്നു. മറ്റൊരു കോമഡി, അമാറാനല്ലോ എന്ന് പറയുന്ന ആ പ്ലെയർ വീണ്ടും റെഡ് കാർഡ് വാങ്ങിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് ഇതിനു മുമ്പ് ഒരു അവസരം കൊടുത്ത PSV മാച്ചിൽ അന്നും പുള്ളി ഇറങ്ങി റെഡ് കാർഡ് വാങ്ങിച്ചു. ഇന്നലെയും പുള്ളി ഇറങ്ങി റെഡ് കാർഡ് വാങ്ങിച്ചു. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക? ഈ സർനെ സ്ലോട്ട് ഇനി അടുത്ത ലീഗ് മാച്ചുകൾ പുള്ളി കമ്പാക്ക് നടത്തിയേ പറ്റും. അത് ഇപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. ലിവർപൂളിൻ്റെ ഈ മാച്ചിനെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ മാച്ച് കണ്ടാൽ മനസ്സിലാവും ക്രിസ്റ്റൽ പാലസ് വേറെ ബെറ്റർ സൈഡ് അവർ ജയിച്ചു. കുറച്ച് ഇംപ്രസീവ് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം 40-41 മിനിറ്റോളം അവർ പിടിച്ച് നിർത്തി ക്രിസ്റ്റൽ പാലസിന്. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. യങ്സ്റ്റേഴ്സൊക്കെ ഇത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ മിനിറ്റുകൾ. അത് വേണേൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. പക്ഷേ കുറച്ച് ചേഞ്ചുകൾ അനിവാര്യമാണ്. ആൻഡ് സ്ക്വാഡ് ഡെപ്ത് ഇല്ല എന്നുള്ളൊരു കാര്യം സ്ലോട്ട് വന്ന് പറയുകയും ചെയ്തു. എല്ലാവരും വിചാരിക്കുന്ന അത്ര രീതിയിൽ ഒരു സ്ക്വാഡ് ഡെപ്ത് ലിവർപൂളിന് ഇല്ല എന്നുള്ള രീതിയിൽ സ്ലോട്ട് ഒരു പ്രസ്താവന ഇറങ്ങി. സോ മേ ബി ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തതിൽ സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ മേലായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാമല്ലേ. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അവിടെ നമ്മൾ മറ്റ് മാച്ചുകൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ബ്രൈറ്റനെ കംഫർട്ടബിളി 2-0 തോപ്പിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആർസണൽ സെക്കൻഡ് ഹാഫിലാണ് 2 ഗോളുകളും വന്നത്. നൊനേരിയും സാക്കയാണ് ഗോളുകൾ സ്കോർ ചെയ്തത്. സോ ആർസണലിൻ്റെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ചേഞ്ചുകൾ ഉണ്ടായത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ലൂയിസ് കെല്ലിയുടെ അസിസ്റ്റിൽ നൊനേരി സ്കോർ ചെയ്ത 2 അക്കാഡമി പ്ലേയേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആ ലൈനപ്പിൽ ഹിൻകാപ്പിയെയും അതുപോലെ തന്നെ മൊസ്കോറയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ കെപ്പയുടെ 2-3 നല്ല സേവുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ ആസ് ഗെയിം ഗോസ് ഓൺ പതുക്കെ ആർസണൽ ഗ്രിപ്പ് ആദ്യമ മൊസ്കോറ ഹിൻകാപ്പി ഒന്ന് കണക്ട് ചെയ്യാൻ ഇതാവുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങോട്ട് സോർട്ട് ഔട്ട്, എസ്പെഷ്യലി മൊസ്കോറയുടെയും ഹിൻകാപ്പയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഹിൻകാപ്പി ഇന്നലെ നല്ലപോലെ തന്നെ കളിച്ചു. 6 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ്, 3-ൽ 3 ഏരിയൽ ഡ്യുവൽസും വിൻ ചെയ്തു, 4-ൽ 3 ഗ്രൗണ്ട് ഡ്യുവൽസും വിൻ ചെയ്തു. സോ ഹിൻകാപ്പിന്ന് കിട്ടാൻ പോകുന്ന അതാണ് അടിപൊളിയായിട്ടുള്ള ഒരു അഗ്രസീവ് പ്ലെയർ ആണ്. ആൻഡ് ഹീസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ. അഗ്രസീവ്നെസ് കാണുമ്പോൾ ജസ്റ്റ് അങ്ങനത്തെ പ്ലെയർ മാത്രമല്ല, ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ. മേ ബി ക്യൂട്ടി റൊമേറോ ആയിട്ട് എക്സാക്ട്ലി അതാണെന്നല്ല പറയുന്നത്, പക്ഷെ വേണേൽ കമ്പയർ ചെയ്യാം. ആ ഒരു സിമിലർ ട്രയറ്റ്സ് ഉള്ള ഒരു ലെഫ്റ്റ് സൈഡ് CB ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹിൻകാപ്പിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ മാക്സ് ഡോമാൻ എറ്റ് അനദർ ഗ്രേറ്റ് പെർഫോമൻസ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയർ, ഏറ്റവും കൂടുതൽ ഡ്യുവൽസ് വിൻ ചെയ്ത പ്ലെയർ, ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ട പ്ലെയർ എല്ലാം ഡോമാൻ ആയിരുന്നു. 15 വയസ്സുള്ള ഈ പ്ലെയർ പിച്ചിൽ റിയലി ഇലക്ട്രിക് ആയിരുന്നു. മാൻ ആർസണൽ സ്റ്റാർട്ട് ചെയ്യാമെന്നോ മറ്റൊന്നുമല്ല, പക്ഷേ ഒരു മാച്ചിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. പ്രായം നോക്കണ്ട, എനിക്ക് തോന്നുന്നു ഹീസ് കേപ്പബിൾ. ലാസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ പിച്ചിലിറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ചെക്കാൻ പറ്റും. സോ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മാഡ്യുവെക്കിന് ഇഞ്ചുറി മാറി വരാനുണ്ട്, ഹാവേർട്സ് വരാനുണ്ട്, ഗീസസ് വരാനുണ്ട്. പക്ഷേ ഈ മാഡ്യുവെക്ക് എനിക്ക് തോന്നി ഡോമാൻ ഒരു 10-15 മിനിറ്റ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. എസ്പെഷ്യലി ടയർഡ് ഡിഫൻഡേഴ്സിന് മുമ്പിലോട്ട് ഇറക്കി വിട്ടാൽ അടിപൊളിയായിട്ട് ഇമ്പാക്റ്റ് ഡോമാൻ ഉണ്ടാക്കുന്നൊരു ഫീലുണ്ട്. അതുപോലെ തന്നെയാണ് ചെൽസി ഇന്നലെ വൂൾസിനോട് 4-3 ജയിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ 3 ഗോൾ സ്കോർ ചെയ്ത് കംഫർട്ടബിളി നിന്ന ചെൽസി 3-2 ആക്കി. പിന്നെ ഗിറ്റൻസ് 4 അടിച്ച് ഓക്കെ ആണെന്ന് ഓർത്തു. പക്ഷേ 90+1 വൂൾസ് അടിച്ച് 4-3 ആക്കി. സോ ചെൽസി ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടായത്. സാൻഡോസിൻ്റെ ഗോൾ വന്നു, ടൈറിക് ജോർജിൻ്റെ ഗോൾ വന്നു, എസ്താവിയോ ഗോൾ അടിച്ചു, ഗിറ്റൻസ് 2 അസിസ്റ്റും ഗോളും പ്രൊവൈഡ് ചെയ്തു. ആർഗ്യൂലി ഗിറ്റൻസിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ചെൽസി. പക്ഷേ വീണ്ടും ചെൽസിയുടെ ഇഷ്യൂ ഇതാണ് മിസ്റ്റേക്സ്. അച്ചംബിയോങ്ങിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരുന്ന കണ്ടു, ബോണോനാറ്റയുടെ മിസ്റ്റേക്ക് നമ്മൾ കണ്ടു, ബാക്കിലോ ടോസിനോട് കൊടുക്കാൻ കൊടുക്കുക പാസിൻ്റെ കാര്യത്തിൽ. സോ ഇങ്ങനെ ധാരാളം മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. ചെൽസിയുടെ ഒരു ഇഷ്യൂ അതാണ്, മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരുന്നാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ചെൽസി. ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് ചെൽസിനെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന ഈ സീസൺ. അതുപോലെ തന്നെയാണ് വീണ്ടും ഡെലാപ്പിന് റെഡ് കാർഡ് കിട്ടി. പോസ്റ്റ് മാച്ച് നമ്മൾ കണ്ടാണ് എൻസോ മറസ്ക ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പിച്ച് ഇറങ്ങി ആദ്യത്തെ യെല്ലോ കാർഡ് കിട്ടിയപ്പോഴേ തന്നെ ഞാൻ അവനെ വാൺ ചെയ്താന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. 2ാമത്തെ യെല്ലോ കാർഡ് കിട്ടി പോയപ്പോഴേക്കും നിങ്ങൾക്ക് കാണാമായിരുന്നു പുള്ളി കലിപ്പാവുമായിരുന്നു ഡെലാപ്പിനോട്. കാരണം അടുത്ത ടോട്ടനാം മാച്ചാണ്. ഓക്കെ, ടോട്ടനാം മാച്ചാണ്, ഗീനെയാണ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. ജാവ് പെട്രോ നമുക്കറിയാം അത്യാവശ്യം ഫറ്റീഗായിട്ട് നിൽക്കുകയാണ്. സോ ഡെലാപ്പ് ഇല്ലാത്തത് റിയലി ഈസ് ഗോയിങ് ടു, ഇഞ്ചുറി മാറി വന്നൊരു പ്ലെയറാണ്, ബാക്ക് ഫെയർ ചെയ്യും. കാരണം ടോട്ടനാം മാച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ചെൽസിക്ക്. സോ ചെൽസിക്ക് ടോപ്പ് 4 എത്തിയേ പറ്റൂ. ഡെഫിനറ്റ്ലി മറസ്കയ്ക്ക് പ്രഷർ കാണും. പക്ഷേ ഇങ്ങനെ ഇൻഡിവിജ്വലി പ്ലേയേഴ്സ് നടത്തുന്ന മിസ്റ്റേക്ക് ഈസ് ഗോയിങ് ടു ഹേർട്ട് ചെൽസി. അതാണ് എനിക്ക് ഇപ്പം തോന്നുന്ന ഒരു കാര്യം. സോ ചെൽസി അത് റെക്ടിഫൈ ചെയ്തേ പറ്റൂ.
അതുപോലെ തന്നെയാണ് ഇന്നലെ സിറ്റി സ്വാൻസിയൊക്കെ അഗേൻസ്റ്റ് 1-3 ഒരു വിക്ടറി നേടി. ആദ്യമേ സ്വാൻസിയ സിറ്റി ഒരു ഗോൾ അടിച്ചെങ്കിലും പിന്നീട് മർമൂഷും ചെർക്കിയും ഡോക്കും ഗോളുകൾ സ്കോർ ചെയ്ത ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് ചെൽസി വരുമായിരുന്നു ഇവഞ്ചുറി സിറ്റി വരുമായിരുന്നു ഇവഞ്ചുറി അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഇന്നലെ ന്യൂകാസിൽ യുണൈറ്റഡ് ഔട്ടാക്കിയിട്ടുണ്ട് ആര് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ 2-0 ഷാറും അതുപോലെ തന്നെ വോൾട്ടമേനും. സോ വോൾട്ടമേൻ്റെ ഏരിയൽ അബിലിറ്റിയിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ മാർക്ക് കൊടുക്കണം. അത് ഈയിടെ റിപ്പോർട്ടും അതിനെക്കുറിച്ച് അത്ലറ്റിക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ വിച്ച് വാസ് ഗുഡ് ടു സീ. വീണ്ടും വോൾട്ടമേഡ് ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്ത് ടോട്ടൻഹാമിലോട്ട് നോക്കുമ്പം ഇന്നലെ പലീനേനെയൊക്കെയാണ് ഡാൻസോടൊപ്പം CB ആയിട്ടൊക്കെ ഇറക്കിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈനപ്പ് തന്നെയായിരുന്നു ടോട്ടൻഹാമിൻ്റെ. പക്ഷേ എന്നാലും ടോട്ടൻഹാമിന് ഇഞ്ചറി ലിസ്റ്റ് ഈസ് എ വറിയിങ് തിങ്. കുളിസെസ്കി ആണെങ്കിലും ടക്കോയ് ആണെങ്കിലും ഡ്രാഗൂസിൻ, കുട്ടി റൊമേറോ, ഡേവിസ്, ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡായി മാറിയിരിക്കുകയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. സോ അത് മേ ബി വറിയുന്നൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും മറ്റുമൊക്കെ. സോ ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചേഴ്സും ഇപ്പോൾ വന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാം മാൻ സിറ്റി ബ്രണ്ട്ഫോർഡിനെ ആയിരിക്കും നേരിടുക എത്തിഹാഡിൽ. അതുപോലെ തന്നെ ആർസണൽ ക്രിസ്റ്റൽ പാലസ് അത് എമറേറ്റ്സിലായിരിക്കും നേരിടുക. അതുപോലെ കാർഡിഫ് സിറ്റി എവയാണ് ചെൽസിക്ക്. അതുപോലെ ന്യൂകാസിൽ ഹോമിൽ ഫുള്ളാമിനെ ആയിരിക്കും നേരിടുക. ഇതാണ് ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചറുകൾ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ അതെങ്ങനെ പോകുന്നു. അവിടെ ഇന്നലെ സിരിയയിൽ 2-3 നല്ല മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ റോമ 2-1 പാർമേനെ തോപ്പിച്ച് നാപ്പോളിക്ക് ടൈറ്റ് പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർ മിലാനും ഇന്നലെ 3-0 ഒരു വിക്ടറി നേടുന്നുണ്ട് ഫ്യോറന്റീനയുടെ മേൽ, വിച്ച് വാസ് റിയലി വൈറ്റൽ. അതുപോലെ തന്നെ യുവൻഡസ് നമുക്കറിയാം ഇഗോർ ടുഡോറിനെ സാക്ക് ചെയ്തു. സോ സ്പലറ്റി ആയിരിക്കും പുതിയ കോച്ച്. ബട്ട് സ്പലറ്റി അല്ല ചാർജ് ആയിരുന്നത്. സ്പലറ്റി ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. പക്ഷേ സ്പലറ്റി ചാർജ് എടുക്കുന്നതിന് മുമ്പത്തെ മാച്ചിൽ തന്നെ യുവൻഡസ് 3-1 ഒരു വിക്ടറി നേടുന്നുണ്ട്. ഉഡിനീസിക്ക് അഗേൻസ്റ്റ് ആയിരുന്നു ആ മാച്ച്. ബ്ലാഹോച്ചിലൂടെ ലീഡ് എടുത്തു. പിന്നീട് സനിയോളോർ അവിടെ തിരിച്ചടിച്ചു. പക്ഷേ ഇന്ന് പിന്നീട് ഗാറ്റി മിൽഡിസും ഗോളുകൾ സ്കോർ ചെയ്ത് 3-1 ഒരു വിക്ടറി ആയിട്ട് യുവൻഡസ് പോകുമായിരുന്നു. സോ സിരിയ ഇപ്പം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മിലാൻ അറ്റ്ലാന്റ 1-1 സമനിലയിൽ പിരിയുന്ന കണ്ടു. ലെച്ചനെ നാപ്പോളി 1-0 തോപ്പിക്കുന്നുണ്ട്. സോ നാപ്പോളിയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മിലാൻ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന വറിയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റോമ അതൊക്കെ കയറി വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സിരിയ നടക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ. സോ എന്താണ് അതുപോലെ തന്നെ ഇന്നലെ FC ക്ലോണിന് അഗേൻസ്റ്റ് 4-1 ഒരു വിക്ടറി നേടുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടായിരുന്നു. ബയൺ മ്യൂണിക്ക് ഹാരി കെയ്ൻ ആ മാച്ചിന് 2 ഗോൾ സ്കോർ ചെയ്തു. ക്ലോണാണ് ആദ്യം അടിച്ചെങ്കിലും പിന്നീട് 4 ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു. ഹാരി കെയ്ൻ 25 ഗോൾ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻ. അന്യ ഇമ്പാക്റ്റാണ് ഹാരി കെയ്ൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ മാച്ചസിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.